ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ല പഴുത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പഴമൊക്കെ പൊരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴംപൊരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ, ഇതുപോലെ അങ്ങനെ നീളത്തിനൊന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ മറ്റേ ഒരു പഴം കൂടിയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പഴമായതുകൊണ്ട് നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ പീസാക്കി എടുത്തത് കേട്ടോ. അതിൽ ചെറിയ പഴമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇത് 2 പീസാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നീളത്തിൽ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴം എത്ര എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മാവ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല കട്ടിയിലുള്ളൊരു മാവല്ല വേണ്ടത്, ചെറിയ ലൂസോട് കൂട്ടിയുള്ളൊരു മാവ് തന്നെയാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സറായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള പഴം കൂടിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവിൽ നമുക്ക് ഈ ഒരു പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് മാവിൽ ഒന്ന് മുക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പഴം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി നന്നായിട്ട് തന്നെ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ നന്നായി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും ഇളക്കരുതിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കാണ് വലിയവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവുന്ന സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി 2 സൈഡും ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത രീതിയിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അതിൻ്റെ മേൽഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളി നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചത്. നല്ല ക്രിസ്പിയാണ്, ഉള്ളി നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു നല്ല അടിപൊളിയൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും